ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മുടെ വയനാട്ടിലെ ഹർത്താലാണ് കേട്ടോ. എന്നാലും നമ്മൾ വീട്ടിലിരിക്കാൻ തീരുമാനിച്ചിട്ടില്ല. ചെറിയൊരു ഡേ ഔട്ട്. അപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ എങ്ങോട്ടേക്കാന്നുള്ള കാര്യം നമ്മുടെ അമ്മളൂട്ടി പറയുവേ. അപ്പോൾ ഗൈസ്, നമ്മൾ ഇന്ന് പോകുന്നത് ഊട്ടിയിലോട്ടാണ്. അതെ, നമ്മൾ ഊട്ടിയിലേക്ക് തന്നെയാണ് കേട്ടോ പോണത്. ഇത് ഹർത്താലിന് എങ്ങനെയാണ് പോണേന്ന് വിചാരിക്കണ്ട, കാരണം ഇത് പോക്കറ്റ് റോഡാണല്ലോ. അപ്പോൾ നമുക്ക് ലെഫ്റ്റ് സൈഡിലേക്ക് പോയാൽ കേരളം, റൈറ്റ് സൈഡിലേക്ക് പോയാൽ തമിഴ്നാടാണ് കേട്ടോ. അതുകൊണ്ട് നമുക്ക് ഹർത്താൽ വലിയ വിഷയമല്ല. നമ്മൾ ശരിക്കും ബോർഡറിലായത് കാരണം തമിഴ്നാട്ടിൽ ഹർത്താലായി കേരളത്തിലേക്ക് പോകാനും അതുമാതിരി കേരളത്തിൽ ഹർത്താലാണ് തമിഴ്നാട്ടിലേക്ക് പോകാനും വലിയ റിസ്ക് ഇല്ല കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ കേരള തമിഴ്നാട് ബോർഡറായ താളൂർ എന്ന് പറയുന്ന സ്ഥലം. നമ്മൾ ശരിക്കും നേരത്തെ പ്ലാൻ ചെയ്യാണ്ട് പെട്ടെന്ന് എടുത്ത ഒരു തീരുമാനമാണ്. പോയിട്ട് വരാം, എല്ലാവർക്കും ലീവാന്ന് പറഞ്ഞിട്ട്. ഇപ്പോൾ നമ്മൾ തമിഴ്നാട്ടിലേക്ക് കയറിയിട്ടുണ്ട്. ഇനി നമ്മൾ ആദ്യം കാണുന്ന ഇവിടുത്തെ ടൗൺ എന്ന് പറയുന്നത് എരുമാടാണ് കേട്ടോ. നമ്മൾ ചെറിയ ചെറിയ ആവശ്യങ്ങൾ, ചെറിയ ഷോപ്പിംഗ് ഒക്കെ ഉണ്ടെങ്കിൽ എരുമാടിലേക്കാണ് വരാറ്. ബത്തേരിക്ക് പിന്നെ നമ്മൾ പോക്കുണ്ട്, കുറച്ച് ദൂരമുണ്ട് കേട്ടോ ബത്തേരിക്ക്. ടൗണൊക്കെ കഴിഞ്ഞ് നമ്മൾ ഇങ്ങനെ പോകുമ്പോൾ ഒരു ചർച്ച് കാണാം കേട്ടോ. ഇതാണ് സേക്രഡ് ഹാർട്ട് ചർച്ച്. മെട്രിക്കുലേഷൻ സ്കൂളും കൂടി കൂടിയിട്ടുള്ളതാണ്. കാണാൻ അടിപൊളിയല്ലേ? വലിയ പെരുന്നാളൊക്കെ ഇവിടെ നടക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഊട്ടി വരെയുള്ള തമിഴ്നാട്ടിലെ ഓരോരോ സ്ഥലങ്ങൾ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം കേട്ടോ. മൊത്തമായിട്ടൊന്നും കാണിക്കുന്നില്ല, വീഡിയോ ഭയങ്കര ലെങ്ത് ആവും. അപ്പോൾ മെയിനായിട്ടുള്ള പ്ലേസ് മാത്രം കാണിക്കുന്നുണ്ട്. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണണേ. അതുപോലെ തന്നെ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ. നമ്മുടെ അത്തുമ്മ താണ്ടെ അണ്ണൻ്റെ പാട്ട് വേണമെന്നൊക്കെ പറഞ്ഞ് ആവേശത്തിലെ പാട്ടൊക്കെ വെച്ച് കണ്ടുകൊണ്ട് വരുന്നുണ്ട് കേട്ടോ. ഇതേതാ പാട്ട്? ഇതാരാ? ആരുടെ വീഡിയോ ആയത്? ഇത് തമിഴ്നാടാണെങ്കിലും തമിഴ് ആൾക്കാർ മാത്രമല്ല കേട്ടോ, മലയാളീസും ഉണ്ടാവും. രണ്ടും മിക്സഡാണ് കേട്ടോ ഇവിടുത്തെ ആൾക്കാർ. ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ അടിപൊളി വ്യൂ ആണ് കേട്ടോ. റോഡിൻ്റെ രണ്ട് സൈഡിലും തേയിലക്കാടാണ്. ഇതാ കണ്ടോ, അവർ തോട്ടത്തിൽ ചപ്പെടുക്കാൻ പോകുന്ന ചേച്ചിമാരാണ്. ഇതൊരു ടീ ഫാക്ടറി ആണ് കേട്ടോ, കരോളിൻ എന്നാണ് പേര്. ഇവിടെ അധികം ഇങ്ങനെ തേയില കൃഷിയാണല്ലോ, അത് കാരണം ഫാക്ടറികളും ഉണ്ടാവും കേട്ടോ. ഊട്ടിയിലേക്കൊക്കെ പോകുമ്പോൾ നമ്മൾ രാവിലെ 5 മണിക്കെങ്കിലും ഇറങ്ങണം കേട്ടോ. എന്നാലാണ് കറക്റ്റ് അവിടെ നമുക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. ഒരു 3 hours ഉള്ളൂ വീട്ടിൽ നിന്ന്. പക്ഷെ നമ്മൾ പെട്ടെന്നുള്ള ഒരു തീരുമാനമായിരുന്നു, അത് കാരണം 10 മണിയായി വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ. ഇപ്പം അവിടെ എത്തുമ്പോഴത്തേനും നമ്മൾ സെറ്റർ ഇതൊക്കെ എടുത്തിട്ടുണ്ട്, അതിൻ്റെ ഒന്നും ആവശ്യം വരില്ല. ഇവിടത്തേനെക്കാട്ടി ചൂടാന്ന് തോന്നുന്നു കേട്ടോ. നമുക്ക് ഈ പ്ലേസൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ടെങ്കിലും പക്ഷെ ഇവിടെ ജീവിക്കുന്നവരൊക്കെ ശരിക്കും ആനേനെയും പുലീനെയൊക്കെ പേടിച്ചാണ് കേട്ടോ കഴിയുന്നത്. നൈറ്റ് ട്രാവലിംഗ് ഒക്കെ ശരിക്കും പറഞ്ഞാൽ ഒരു അഡ്വഞ്ചറാണ് കേട്ടോ. എപ്പോൾ വേണമെങ്കിൽ ആനയൊക്കെ മുമ്പിൽ വരും. ഇതാണ് നാടുകാണി. നമുക്ക് ഇങ്ങോട്ടേക്ക് പോയാൽ നാടുകാണി ബൂരിലേക്കുള്ള വഴിയാണ് കേട്ടോ. ഈ സൈഡിലേക്കല്ല പോകുന്നത്, അവിടെയാണ് വലിയ ചുരമൊക്കെ ഉള്ളത്. അപ്പോൾ അതൊരു കേരള ബോർഡറാണ്. നമ്മൾ നേരെ ഗൂഡല്ലൂരിക്കാണ് പോണത്. ഇവിടെ ചുരമൊന്നും ഇല്ലെങ്കിൽ അതിനേക്കാളും കഷ്ടമാണ് കേട്ടോ. ഫുള്ളും വളവും തിരിവായിട്ടുള്ള റോഡാണ്. അത്തുമ്മതാ വിശക്കുണ്ടെന്ന് പറഞ്ഞിട്ട് ദോശ കഴിക്കുവാണേ. അല്ലാത്തോ വിശുണ്ടോ? ഇതേ റൂട്ടിൽ തന്നെയാണ് കേട്ടോ ഞങ്ങൾ രണ്ടാളും പഠിച്ച കോളേജൊക്കെ ഉള്ളത്. ഈ വഴിക്ക് അങ്ങനെ പോയാൽ മതി, കാണിച്ചു തരാം. അങ്ങനെ താത്തുമ്മ ദോശ മൊത്തം കഴിച്ചു, മിടുക്കനായി. അല്ലാത്തോ ഇനിയിപ്പോൾ നമ്മളോന് ഉപ്പിലിട്ട് മാങ്ങ വാങ്ങണം എന്ന് പറഞ്ഞിട്ട് നിർത്തുകയാണ്. എവിടേക്ക്? വലിയ പൈനാപ്പിള്. അത്തൂനെന്താ വേണ്ടേ? ബിങ്കോയോ? ബിങ്കോ ഒക്കെ നമ്മൾ നിർത്തിയതല്ലേ, കൊണ്ട് തിന്നാൻ പാടില്ല, പഞ്ഞല്ലേ. ബിങ്കോ ഒക്കെ നമ്മൾ നിർത്തിയതാണ് കേട്ടോ. കുറേ ആയിട്ട് ഇപ്പോൾ ബിങ്കോ ഫ്രൂട്ടി ഒന്നും കഴിക്കുന്നില്ല. ഓരോ വീഡിയോ ഒക്കെ കാട്ടി കൊടുത്തിട്ട് ഇപ്പോൾ പിന്നെ ഇവിടെ വന്നപ്പോൾ അവന് പിന്നെ വാങ്ങിച്ചു, പൈനാപ്പിൾ വാങ്ങിച്ചു കേട്ടോ. അടിപൊളിയാണ്. പിന്നെ എന്തൊക്കെയോ സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് നമ്മൾ വീണ്ടും അവിടുന്ന് കയറിയിട്ടുണ്ട്. മുന്നോട്ടല്ലടാ, അത് പുറകോട്ട്. അങ്ങനെ നമ്മൾ കോളേജ് റോഡ് എത്തിയിട്ടുണ്ട്. ഭാരതിയാർ യൂണിവേഴ്സിറ്റി ആർട്സ് ആൻഡ് സയൻസ് കോളേജ്
ഗൂഡല്ലൂർ. അതാണ് കേട്ടോ നമ്മുടെ കോളേജിൻ്റെ പേര്. ഇവിടെ നോക്കിയാൽ കറക്റ്റ് കാണാൻ പറ്റില്ല. ഇതാ ഈ റോഡ് കാണുന്നുണ്ടല്ലോ, ഇതിലേക്ക് ജസ്റ്റ് മേലേക്കൊന്ന് കയറിയാൽ കോളേജാണ്. അങ്ങനെ ഞങ്ങൾ പഴയ കാര്യങ്ങളും കോളേജിലത്തെയൊക്കെ സംസാരിച്ചുകൊണ്ട് വരുമായിരുന്നേ. അതിൻ്റെ ഇടയിൽ എൻ്റെ ഫോണിന് ചെറിയൊരു കംപ്ലൈൻറ്റ്. അപ്പോൾ ഗൂഡല്ലൂർ ടൗണിൻ്റെ വീഡിയോ അങ്ങ് വിട്ടുപോയിട്ടോ. അപ്പോൾ ഇത് അപ്പർ ഗൂഡല്ലൂർ എന്ന് പറയുന്ന പ്ലേസാണ്. ശരിക്കും ഊട്ടി റോഡാണിത്. അപ്പോൾ നമ്മൾ ആ ടൗണ് വിട്ട് ശരിക്കും ഒരു കയറ്റം കയറി വരുന്ന പോലെ ഫീൽ ചെയ്യൂടെ. അപ്പോൾ അവിടുത്തെ വീടുകളൊക്കെ കാണാനൊരു നല്ലൊരു വ്യൂ ആണ് കേട്ടോ. അവിടെ ഒരു കുന്നിൻ്റെ മുകളിൽ നിൽക്കണ പോലെ നമുക്ക് തോന്നും. അപ്പോൾ നമ്മൾ ഗൂഡല്ലൂർ ടൗണൊക്കെ വിട്ട് വന്ന് കുറച്ച് ദൂരം ഇങ്ങനെ പോയി കഴിയുമ്പോൾ നമുക്ക് ശരിക്കും ക്ലൈമറ്റ് ചേഞ്ച് ആവണ പോലെ ഫീൽ ആവും കേട്ടോ. ഇതാ ഇവിടെ എത്തുമ്പോൾ ഇത് നടുവട്ടം എന്ന് പറഞ്ഞ സ്ഥലമാണ്. കണ്ടോ, രണ്ട് ഭാഗത്തും പൈൻ മരങ്ങളൊക്കെ ആയിട്ട് ഒരു ചില്ലായിട്ടുള്ള ഒരു ക്ലൈമറ്റാണ്. പിന്നെ ഇതാ ഇവിടെ ഇന്നധികം പേരൊന്നും കാണുന്നില്ല കേട്ടോ. ഒരു വർക്കിംഗ് ഡേ ആയത് കാരണമായിരിക്കും. നമുക്ക് കേരളത്തിലാണല്ലോ ഹർത്താൽ, ഇവിടെ അത് ബാധകമല്ലല്ലോ. അപ്പോൾ ഇന്നധികം വണ്ടികളും ടൂറിസ്റ്റുകളും ഒന്നും കാണുന്നില്ല. ഇതിൻ്റെ ഇടയിലൊക്കെ നല്ല ഷൂട്ടിംഗ് സ്പോട്ടൊക്കെ ഉണ്ട് കേട്ടോ. എല്ലാ വട്ടവും നമ്മൾ ഷൂട്ടിംഗ് പ്ലേസിലൊക്കെ ഇറങ്ങാറുള്ള കാരണം ഈ വട്ടം നമുക്ക് ബോട്ട് ഹൗസിലൊക്കെ പോകാമെന്നും പറഞ്ഞ് അവിടെ സ്കിപ്പ് ചെയ്ത് നേരെ പോന്നു കേട്ടോ. അപ്പം നമ്മൾ പൈക്കാറ ബോട്ട് ഹൗസിലേക്കാണ് കേട്ടോ പോണത്. ഇവിടെ നമുക്ക് 20 രൂപയാണ് കേട്ടോ എൻട്രി ഫീസ്. അടിപൊളിയായിട്ടുണ്ട്. നമ്മളെപ്പോഴും ഊട്ടിയിലൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ഈ ബോട്ട് ഹൗസിൽ ഫസ്റ്റ് ടൈമാണ് വരുന്നത്. ഇവിടെ ശരിക്കും ഊട്ടിയാന്ന് പറഞ്ഞറിയിക്കണം, അമ്മാരിത്തെ വെയിലാണ്. നമുക്ക് ടിക്കറ്റ് എന്ന് പറയുന്നത് 2 പേർക്കും കൂടി 1150 രൂപയായിരുന്നു കേട്ടോ. നമ്മൾ അതിൽ ബോട്ടിലേക്ക് കയറാൻ വേണ്ടി പോവാണ് കേട്ടോ. കണ്ടോ, നല്ല വെയിലാണ് ഇവിടെ. അപ്പോൾ നമ്മൾ ലൈഫ് ജാക്കറ്റൊക്കെ ഇടുകയാണ്. സ്പീഡ് ബോട്ടും അതുപോലെ തന്നെ ഇങ്ങനത്തെ ഒരു ക്ലൈമറ്റും കൂടി ആയപ്പോൾ ഉണ്ടല്ലോ, നല്ലൊരു അടിപൊളി ഫീലായിരുന്നു കേട്ടോ. എങ്ങനെയുണ്ട് അമ്മളു? അപ്പോൾ ഇതിൻ്റെ മേലെ നമ്മൾ നോക്കുകയാണെങ്കിൽ നല്ല വ്യൂ ആണ് കേട്ടോ. അതാ ബോട്ടൊക്കെ ഓരോന്നിങ്ങനെ പോകുന്നതാണ്. ലേക്കാണെങ്കിൽ നല്ല ബ്ലൂ കളറായിട്ടുണ്ട്. അതിലേക്ക് ഇങ്ങനെ വെയിലൊക്കെ അടിക്കുമ്പോൾ ഒരു പ്രത്യേക ഒരു ഭംഗിയുണ്ട് കേട്ടോ. ഇവിടെ നമുക്കിതാ ഫുഡ് കഴിക്കാനുള്ള പ്ലേസൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഒരു ഐസ്ക്രീമൊക്കെ കഴിച്ചിട്ട് ഇവിടെ ഇരിക്കുവാണ്. ഫുഡിന് പറഞ്ഞിട്ടുണ്ട്. അമ്പളോന് ചിക്കൻ ഫ്രൈഡ് റൈസ് മതി പറഞ്ഞാൽ അത് കഴിക്കുന്നുണ്ട്. അത്തോന് ഇതാ പിന്നെ ചോറ് മതി എന്ന് പറഞ്ഞാൽ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് ഇറങ്ങി കേട്ടോ. പിന്നെ പൈക്കാറ വാട്ടർഫാൾസ് ആണ് ഈ സൈഡിലേക്ക് പോകുമ്പോൾ ഉള്ളത്. അവിടെ നമ്മൾ പോയില്ല, എല്ലാ വട്ടവും പോകുന്നതും കൊണ്ട്. ആരത്? തുതിര. നമുക്ക് കഴിക്കാൻ വേണ്ടി നിർത്തിയിട്ടുണ്ട് കേട്ടോ. കുറേ കാലമായി അത് കഴിച്ചിട്ട്. ഇവിടേക്ക് വരുമ്പോഴേ അത് കിട്ടുള്ളൂ. നല്ല ടേസ്റ്റാണ്. 6 പീസിന് എത്ര രൂപ? 100 രൂപ അല്ലേ? അത്ത് കഴിച്ചിട്ടില്ലല്ലോ, അമ്പു കഴിച്ചിട്ടില്ലല്ലോ, ഇവരൊന്നും കഴിച്ചിട്ടില്ല കേട്ടോ. അത് റംബൂട്ടാന്റെ ടേസ്റ്റ് ഉണ്ടാവും ഇവിടെ. ഇതാണ് സാധനം. കഴിച്ചു നോക്കടാ. അമ്പളോ രസമുണ്ടോ? നോക്ക്. അങ്ങനെ നൊങ്കൊക്കെ കഴിച്ച് ഇങ്ങോട്ട് പോകുന്നപ്പോഴാണ് അമ്പളൂട്ടി പറയുന്നത് ട്രെയിനിൽ കയറണമെന്ന്. അപ്പോൾ എന്തായാലും 2 പേരും ഇതുവരെ ട്രെയിനിൽ കയറിയിട്ടില്ല കേട്ടോ. അപ്പോൾ ഇവിടുന്ന് ഊട്ടി ടു കുന്നൂർ മിനി ട്രെയിൻ ഉണ്ടാവും, അതിൽ പോകാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ നേരെ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിയേ. വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് നമ്മൾ കൗണ്ടറിൽ വന്ന് അന്വേഷിച്ചു കേട്ടോ, കുന്നൂരിലേക്കുള്ള എപ്പോഴാണ് ട്രെയിനിൽ നിന്ന്. അപ്പോഴാണ് അറിഞ്ഞത് മേട്ടുപ്പാളയത്തിലേക്കുള്ളൂ, അതും 5 മണിക്കുള്ളൂ കേട്ടോ. പിന്നെ റിട്ടേൺ നാളെ ഉള്ളൂ. അപ്പോൾ പിന്നെ നമ്മളിവിടെ നിന്നിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ ഇവരെ സമാധാനിപ്പിച്ചിട്ട് പിന്നെ ഒരു ദിവസം വരാമെന്നും പറഞ്ഞിട്ട് അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് വേറൊരു ബോട്ട് ഹൗസിലാണ്. ഊട്ടി സെൻട്രലിലുള്ള മെയിൻ ബോട്ട് ഹൗസിലാണ് കേട്ടോ.
അപ്പോൾ ഇവിടെ ബോട്ടിംഗ് മാത്രമല്ല, ബാക്കി കുട്ടികൾക്ക് കളിക്കാനുള്ള പ്ലേസും അതുപോലെ തന്നെ കുറേ ഗെയിംസും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ഇവിടെ എടുത്ത് പറയാനായിട്ട് ഇതൊരു ഹൊറർ ഹൗസാണ് കേട്ടോ. ഇതിൻ്റെ ഉള്ളിൽ കയറി ശരിക്കും പേടിക്കും. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നേ. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയപ്പോഴാണ് ഒരു മിനി ട്രെയിനിൻ്റെ സംഭവം കണ്ടത്. അപ്പോൾ ഇവരെ പറ്റിക്കാൻ ഇത് മതി എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ നേരെ ഇങ്ങോട്ട് പോകുന്നു കേട്ടോ. ടിക്കറ്റ് എടുക്കാൻ പോവുകയാണ് കേട്ടോ. ഒരു ട്രെയിൻ ഇപ്പോൾ ഇവിടെ നിന്ന് പോയിട്ടുണ്ട് എന്നൊക്കെയോ പറഞ്ഞ്. എന്തായാലും അത്തോനെ അമ്പളോനെ പറ്റിക്കാൻ ഈ ട്രെയിൻ തന്നെ മതി. നമ്മൾ അടുത്ത ട്രെയിൻ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം കേട്ടോ. 50 രൂപയാണ് ഒരാൾക്ക് ടിക്കറ്റ്. ബാ അത് ട്രെയിൻ എടാ വീഡിയോടാ. നമ്മൾ ട്രെയിനിൻ്റെ ഉള്ളിൽ കയറിയിട്ടുണ്ട് കേട്ടോ. ഇപ്പൊ അത് സ്റ്റാർട്ട് ചെയ്യും. അത്തോ ട്രെയിനിൽ പോവാ. അടിപൊളി. ടോയ് ട്രെയിനിൽ കയറിയതൊക്കെ അവർക്ക് നന്നായി ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പോൾ ഇനി അടുത്ത വെക്കേഷന് നമുക്ക് കോഴിക്കോട് പോകുമ്പോൾ ഒറിജിനൽ ട്രെയിനിൽ കയറാമെന്നൊക്കെ പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങിയേ. അപ്പോൾ നോക്കുമ്പോൾ ആ സമയം ഇരുട്ടായി തുടങ്ങിയിട്ടുണ്ട്. പിന്നെ ഒന്നും നോക്കിയില്ല ഗൈസ്, നമ്മൾ നേരെ വണ്ടി തിരിച്ചു വീട്ടിലേക്ക്. അപ്പോൾ നമ്മൾ ഇങ്ങോട്ട് വന്ന ഭംഗിയൊന്നും തിരിച്ചു പോകുമ്പോൾ കാണൂല കേട്ടോ റോഡിന്. എപ്പോൾ വേണമെങ്കിൽ റോഡിന് നടുക്കൊക്കെ ആനേനെ പ്രതീക്ഷിക്കാം. ഞങ്ങൾ വരുന്ന വഴിക്ക് ഒരു ആനേനെ കണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ഇത്രയേ ഉള്ളൂ. വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ് കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.